ചിന്നു ചിന്നു, ഞാനൊരു കാര്യം പറഞ്ഞ ചിന്നു എന്നെ സഹായിക്കുവോ? നീ പറഞ്ഞ പെണ്ണെ, ഞാൻ കേൾക്കുന്നുണ്ട്. ആ ദേവനെ എനിക്ക് കൊല്ലണം. അതിന് ചിന്നു എന്നെ സഹായിക്കണം. എങ്ങനെ? എങ്ങനെയെങ്കിലും ചിന്നു അവനെ വിളിച്ചു വരുത്തണം. എന്നിട്ട് എനിക്ക് അവനെ കൊല്ലണം ചിന്നു. ഇല്ലെങ്കിൽ എനിക്കും എന്റെ കുഞ്ഞിന്റെ മോക്ഷം കിട്ടില്ല. ദേവി, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് അവനെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിലോ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല ദേവി. ഞാൻ എനിക്ക് എന്ത് വേണേലും ചെയ്തുതരാം. എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിലോ അവന് ഞാൻ അതിൻ്റെ പണയെ കുറ്റു ഞാൻ. ചിന്നു, നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിനക്കും കിങ്ങിണിക്കും ഒരു ജീവിതമുണ്ട്, അത് നീ മറക്കരുത്. ശരി മോളെ. അയ്യോ ദേവി, 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 ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തരാം ദേവി. അവനില്ല, അവരേക്ക് കിട്ടണം. അവൻ അത്ര ദുഷ്ടന. ഇനി ഒരു പെണ്ണിനോട് അവനവനെ ചെയ്യരുത് പോലെ. നീ എവിടെയാ? ശരി ശരി. ഇങ്ങനെ താനൊന്ന് മാറി, എനിക്ക് പോണം. ഇങ്ങനെ എന്നെ മനസ്സിലായോ? നിന്നെ അറിയോന്നോ? എൻ്റെ ദേവി ചേച്ചിനെ ചതിച്ചിട്ട് കടന്നു കളഞ്ഞ ദുഷ്ടനല്ലേ നീ. നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ചതിയൻ വന്നേക്കുവാ. ഹേയ്, എന്താ ആലോചിക്കുന്നേ? എന്നെ മനസ്സിലായില്ല? ഞാൻ ദേവേട്ടനാണ്. എന്താ തനിക്ക് പറയാനുള്ളത്? എടി മോളെ, നീ വളർന്നങ്ങ് വലിയ പെണ്ണായല്ല. കിങ്ങിണി, സുഖം തന്നെയല്ലേ? എത്ര നാളായി കണ്ടിട്ട്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ തനിക്ക് പറയാനുള്ളത്? വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യം പറയാൻ കിങ്ങിണി. എനിക്ക് കിങ്ങിണിയെ ഒരുപാട് ഇഷ്ടമുണ്ട്. താൻ ഇങ്ങനെ തന്നെയല്ലേ എല്ലാ പെണ്ണുങ്ങളോടും പറയാറുള്ളത്? തൻ്റെ പഞ്ചാര വാക്കിൽ വീഴുന്ന പെണ്ണുങ്ങളൊക്കെ കാണും. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. എന്തിനാ മോളെ നീ ദേവേട്ടനോട് ദേഷ്യപ്പെടുന്നത്? ഞാനൊരു പാവമല്ലേ? കിങ്ങിണി, നീ എന്തേലും ഒന്ന് പറ. എന്നെ ഇഷ്ടമാണ്. നിന്റെ മറുപടിക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ അങ്ങ് പോയാലേ. നീ ഒരു മറുപടി തന്നിട്ട് പോ. ഇവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. കുറച്ച് സൗമ്യമായിട്ട് സംസാരിക്കാം, അതാ നല്ലത്. ഒരുപാട് ഇഷ്ടമുണ്ട്. എന്താ പറയുക, ഇതിൻ്റെ ഒരു സ്വപ്നമായിരിക്കും നിന്നെ വിവാഹം കഴിക്കണമെന്നുള്ളത്. ദേവേട്ടാ, ഇങ്ങനെയാണോ
വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അതും ഈ പൊതുവഴിയിൽ വെച്ച്. ചേട്ടനൊരു കാര്യം ചെയ്യും, എൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കും. എൻ്റെ ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം. ദേവേട്ടാ, ഇങ്ങനെയാണോ വിവാഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? അതും ഈ പൊതുവഴിയിൽ വെച്ച്. ചേട്ടനൊരു കാര്യം ചെയ്യും, എൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കും. എൻ്റെ ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് സമ്മതം. ചിന്നു ചേച്ചിയോടാ? ചിന്നു ചേച്ചിയോട്? ആ, അതെ, ചേച്ചിയുടെ അടുത്ത്. എന്താ, പേടിയുണ്ടോ? ഹേയ്, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എന്തിനാ പേടിക്കുന്നത് ചിന്നു ചേച്ചിയെ? ചേട്ടനല്ലേ പറഞ്ഞത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണെന്നൊക്കെ. അപ്പോൾ പിന്നെന്താ ചേച്ചിയുടെ അടുത്ത് വന്ന് സംസാരിച്ച? ഓക്കെ, ശരി, ഞാൻ വരാം. ഞാൻ വന്നിരിക്കും. ആദ്യം ഞാൻ ചേച്ചിയുടെ അടുത്ത് ഈ കാര്യം ഒന്ന് സംസാരിക്കട്ടെ. ചേട്ടനൊരു കാര്യം ചെയ്യും, ചേട്ടൻ്റെ നമ്പർ എനിക്ക് താ. ആ നമ്പർ ഞാൻ ചേച്ചിക്ക് കൊടുക്കാം. എന്നിട്ട് ചേച്ചിനോട് ചേട്ടനെ വിളിക്കാൻ പറയാം. പിന്നെ ദേവേട്ടനും ചേച്ചിയും കൂടി തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. ആ, ചേട്ടൻ്റെ നമ്പർ പറയും. 7034 128735. ഓക്കെ ചേട്ടാ. അല്ലെങ്കിൽ ഇങ്ങനെ പോവാണോ? നിക്ക്, എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് കാര്യം? ഒരു ഐ ലവ് യു എങ്കിലും. ഓ, അതോ? അത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെടട്ടെ, എന്നിട്ട് ഞാനൊരു മറുപടി തരാം. പോരെ? ഇപ്പം ഞാൻ പോട്ടെ, എനിക്ക് ഒത്തിരി പഠിക്കാനുള്ളതാണ്. ഇപ്പം തന്നെ നേരം വൈകി, കാണാണ്ടായ ചേച്ചി പേടിക്കും. പോട്ടെ. ഓ ശരി, എന്നാ ആയിക്കോട്ടെ. ഈ പെണ്ണിൻ്റെ കഴുത്തിലും കയ്യിലും കാവിലും ഒക്കെ നല്ല സ്വർണ്ണമാണല്ലോ. ആ ചിന്നു യവക്ക് വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ഒരുപാട് സ്വർണവും പണവും ഉണ്ടാക്കി വെച്ച ലക്ഷണമുണ്ട്. ഇത് മൊത്തം എനിക്ക് വേണം, എനിക്ക് കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് എന്ത് റിസ്ക് എടുത്തായാലും അവളെ പ്രേമിക്കണം, വീഴ്ത്തണം. പെണ്ണെന്ന് എന്താ വരാത്ത? സ്പെഷ്യൽ ക്ലാസിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. വരുമ്പത്തിനും വിശപ്പായിരിക്കും. ഓ, പറയാം. ആ, വരണ്ടല്ലോ. കരിപ്പിലാണല്ലോ വരുന്നത്. ചേച്ചി, എന്താ പറ്റിയടി? എന്താ ഭയങ്കര ദേഷ്യത്തില്? ചേച്ചി, അവനിന്ന് വന്നിരുന്നു. ആര്? ആ ദേവൻ, അല്ലാണ്ടാര്? ദേവനോ? നീ എങ്ങനെ അവനെ കണ്ടേ? അവൻ എന്നെ കല്യാണം കഴിക്കണമെന്ന്. ആ നായിന്റെ മോൻ എന്താടി എന്നോട് പറഞ്ഞേ? പറയടി. എന്നെ കല്യാണം കഴിക്കണമെന്ന്. ആഹാ, അവൻ അത്രയ്ക്കും പൂതിയുണ്ടോ? അവന്റെ പൂതിയെ മാറ്റി കൊടുക്കാം. അവൻ കേറി കയറി എൻ്റെ അനിയത്തിന് മേത്ത് കയറാന്നല്ല. ആ, അവന്റെ പൂതി ഞാൻ മാറ്റി കൊടുക്കാം. ആ ഫോൺ തന്നെ സംസാരിക്കാൻ പറഞ്ഞു. അവന്റെ നമ്പർ ഉണ്ടോടി? അവൻ നമ്പർ തന്നിട്ടില്ലേ? ഉണ്ടോ? ഹലോ ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? ആ,
ദേവനാണോ? അതെ, ദേവനാണല്ലോ. ഇതാരാ സംസാരിക്കുന്നത്? ദേവ, ഇത് ഞാനാണ് ചിന്നി ചേച്ചി. ചിന്നി ചേച്ചിയായിരുന്നു. പറയേച്ചി. ദേവൻ ഇന്ന് എന്റെ അനിയത്തിനെ കണ്ടോന്ന് പറഞ്ഞു. എന്തോ കാര്യം സംസാരിച്ചു എന്ന് പറഞ്ഞു. അതെ, ഞാൻ കിങ്ങിണിയുടെ അടുത്ത് സംസാരിച്ചായിരുന്നു. എനിക്ക് സമ്മതാട്ടോ ദേവ. റിയലി? ഹലോ, എന്താ നേരൊന്നും മിണ്ടാത്തെ? ഹലോ. ആ ചേച്ചി ഭയങ്കര ഹാപ്പിയാ ചേച്ചി, ഭയങ്കര ഹാപ്പിയാ. സന്തോഷപ്പെട്ടിരിക്കാൻ വയ്യ, സത്യം. ആ, എനിക്ക് സന്തോഷാട്ടോ. പിന്നെ ദേവിയുടെ കാര്യമൊക്കെ അറിയാലോ അല്ലേ? ദേവിയുടെ കാര്യം എന്നോട് ആരോ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്തോ ഇങ്ങനെ പറ്റി. എന്താ ചേച്ചി, കുടുംബത്തിൽ പറഞ്ഞ പിള്ളേരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടും, ഇങ്ങനെയൊക്കെ പോകാൻ പാടും. നമ്മളൊക്കെ എത്ര ഡീഫൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്, അറിയത്തില്ലേ ഈ ലോകം. എന്താ ചേച്ചി, പോയത് പോയി, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ശരി. പിന്നെ ഞായറാഴ്ച ഇങ്ങോട്ട് വരാവോ വീട്ടിലേക്ക്? വഴിയൊന്നും മറന്നില്ലല്ലോ? ഞായറാഴ്ച സൺഡേ ഞാൻ വരാമല്ലോ. പിന്നെ ചിന്നി ചേച്ചി, കിങ്ങിണിക്ക് സമ്മതമാണല്ലോ അല്ലേ? ആ ദേവ, കിങ്ങിണിക്ക് സമ്മതാ. എന്റെ സമ്മതം തന്നെയാണ് അവൾക്ക്. ദേവ വന്നോളൂ ഞായറാഴ്ച, കേട്ടോ? എത്താം, തീർച്ചയായിട്ടും. ചേച്ചി അവിടെ കാണുമല്ലോ കിങ്ങിണി. ഞങ്ങള് എവിടെയും പോവില്ല, ഒന്ന് അമ്പലത്തിലൊന്ന് പോണം, തൊഴുത് കഴിഞ്ഞ് വരും അത്ര. കാണുമല്ലോ കിങ്ങിണി. അമ്പലത്തിൽ. ഓക്കെ. പോയിട്ട് വന്നാൽ മതി. ഞാനും ആ സമയമാവും അവിടെ. ഞാൻ എത്താറാവുമ്പോൾ വേണമെങ്കിൽ ചേച്ചിയെ വിളിക്കാം. ആയിക്കോട്ടെ. വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവോ? വീട്ടിൽ നിന്ന് ആരും കാണത്തില്ല, അവരൊക്കെ കുറച്ച് തിരക്കിലാണ്. ഞാൻ വന്ന് കണ്ടതിന് ശേഷം അവരെവിടാം. ഇതിപ്പോ ആരും അങ്ങനെ അറിയണ്ട, ഞാൻ വരാം. വന്ന് കണ്ടിട്ട് ചേച്ചിയായിട്ട് സംസാരിച്ചിട്ട് ബാക്കിയെ കുറിച്ച് ആലോചിക്കാം. അല്ലേ നല്ല ചേച്ചി? ഓക്കെ ചേച്ചി. ശരി ദേവ, വെച്ചേക്കട്ടെ. ബൈ. നീ ഇങ്ങോട്ട് പോടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. എണ്ണയിൽ കൊട കുട്ടിക്കണം, പൊട്ടിക്കണം നിന്നെ. അവൻ പല പെണ്ണുങ്ങളെയും കണ്ടുണ്ടാവും. ചിന്നുവിനെ അവനറിയില്ല, അവനെ ഞാൻ ശരിയാക്കി കൊടുക്കാം. അവൻ കണ്ട പെണ്ണുങ്ങളല്ല ചിന്നും കിങ്ങിന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ടില്ല. ഓ, എന്തായാലും ഒരു പീര് നായിന്റെ പോൻ.